ഹായ്, നല്ല തിരക്കാണ് കേട്ടോ. പണിക്കാരില്ലെങ്കിലും നമ്മൾക്ക് തിരക്കാണ്. പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള കുറേ തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അടുക്കളയിലുള്ള കുറേ മണ്ണ് മാറ്റലും പണികളൊക്കെയാണ്. സന്തോഷത്തിന് അപ്പൂസിനതായിട്ടുള്ള കുറേ പരിപാടി കൂടെ അങ്ങനെ നീങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ദിവസം അടുപ്പിച്ച് നമുക്ക് വിശേഷം ഇടാൻ പറ്റിയില്ല. 3 ദിവസം പിന്നെ ഞങ്ങൾ എടുത്തു വെച്ചപ്പോൾ അത് എങ്ങനെയായാലും അത് അപ്ലോഡായി പോയില്ല. കൊറേ നേരം കാത്തു, പിന്നെ ശരിയായില്ല കേട്ടോ. അപ്പൊ 2 വിശേഷമാണ്. അപ്പൊ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കോവയ്ക്ക പറിക്കണത് അപ്പൂസ് കോണിയൊക്കെ വെച്ച്, പണിക്കാരെ കോണിയുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അത് പറിച്ചോടന്നോ. അത് മരം കാണുമ്പോ വിചാരിക്കുമ്പോ ഒന്നുമില്ലാന്ന്. പക്ഷെ കോണി വെച്ച് കയറിയപ്പോ ഒരുപാട് കോവയ്ക്ക, 1 കിലോ കോവയ്ക്കൊക്കെ കിട്ടി. അപ്പൊ അപ്പൂസിന്റെ കെട്ടി കൊടുക്കട്ടെ. ഞാൻ അങ്ങനെ എടുത്തുന്നാക്കി എന്താ നോക്ക്. ഞാൻ പിടിച്ചു കയറിക്കോ. പനി മാറിയിട്ട് തുടങ്ങില്ലേ, കുറച്ച് മാറിയപ്പോത്തിന്. ഫസ്റ്റ് വന്നാണ്. ഇന്നിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, ക്ഷീണുണ്ട്. പിന്നെ പനീന്റെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാല് കുറച്ചു നേരത്തിന് ഓക്കെയാണ്. പിന്നെ കുറച്ച് ഞാൻ വീണ്ടും അതിന്റെ ഡോസ് വിടുമ്പോ വരുന്നുണ്ട്. റെസ്റ്റാണ്. ഇത് കോവയ്ക്ക കഴിക്കാണ്. പിന്നെ കൂട്ടാൻ ഇതാണ്, മുരിങ്ങ കൂട്ടാനാണ്. മുരിങ്ങ കുറെ ദിവസമായി. പണിക്കാരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യമാണ് കേട്ടോ. മീനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടാകും ഒന്ന്. അപ്പൊ പണിക്കാർക്കായി നമുക്കായി. അപ്പൊ മുരിങ്ങ തറവാട്ട് പോയിട്ട് മുരിങ്ങ പൊട്ടിച്ചുകൊണ്ടുവന്നുണ്ട്. ഇംഗ്ലീഷിലുണ്ടായിട്ട് ഇടയില് അത് വേണ്ടേ, ഇന്നും കുറയ്ക്കണ്ട. ഇന്നിപ്പോ മുരിങ്ങ ഉണ്ട്. അല്ല നിങ്ങളെ പണി നോള് കടന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ. കുളിപ്പിക്കാൻ കൊണ്ടോണം കേട്ടോ. നമ്മളെ പണിയില് ഓള് സിമെന്റ് ഒക്കെ നേരാക്കിയിട്ടുണ്ട്. അപ്പൊ ബുക്ക് ചെയ്തിടണം കേട്ടോ. കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കന്നെ കുളിപ്പിക്കാം. പക്ഷെ ഓള് വില്ലത്തിയാണ്, കയ്യിൽ ഒതുങ്ങും അറിയില്ല. അപ്പൊ ഓളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ പിന്നെ ഒരു നോക്കിക്കോളും, പൈസ കൊടുക്കണം എന്നുള്ളൂ. അപ്പൊ ബുക്ക് ചെയ്തിടണം. കൊക്ക കെട്ടാനേ കയറൊന്നും മുറിക്കാനോ. അപ്പൊ അപ്പൂനത് കറിയേ അവിടെ കൊണ്ടുപോയി മുറിച്ചു. എനിക്കവിടെ കൊറേ മണ്ണ് മാറ്റണം. മണ്ണില്ല, ഞങ്ങൾ പുറത്ത് 2 കുടിസ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ ഒരുപാട് കളക്കാണ്ട്. അപ്പൊ ഭയങ്കര ക്ഷീണം. എന്താ വെച്ചാൽ ആകെ ഊരവേദന, ആകെ പ്രശ്നത്തില തന്നെ. നമ്മളെ കണ്ടില്ല. ഇനിയിപ്പോ ഡൈസും പണി ഇട്ടില്ല, വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ട് വേണം. അല്ല അടുപ്പിൽ നിങ്ങൾ മറ്റേത് ചെയ്തോ, കാണിച്ചു കൊടുക്കട്ടോ. അതൊക്കെ നിറയ്ക്കണോ കാട്ടി കൊടുക്കേ. നമ്മളത് ചില ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ഇന്നലെ ഇപ്പൊ നമ്മള് ചെയ്ത വിശേഷം ഇട്ടു. അതിന്റെ കമന്റിൽ നോക്കിയിരിക്കുന്നത് നമ്മൾ അടുപ്പ് കണ്ടിട്ട് എന്തൊക്കെയാ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി ആൾക്കാർക്ക്. പക്ഷെ ആ വീഡിയോ പോത്തോണ്ട് ഭയങ്കര നഷ്ടമായി. നമുക്ക് അതിന്റെ ഇതറിയാൻ പറ്റിയില്ല കമന്റ്. ഇന്ന് വീഡിയോ ഇട്ട് നോക്കണം. ഇന്നലെ ചെക്കിങ് അങ്ങനെ കാണിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും ഇടും. ചിക്കൻ മീനുമില്ല. വെള്ളിയാഴ്ചയാണ്. ഒരു സാധനം ഇതില് വന്നിട്ടില്ല. അപ്പൊ കോവയ്ക്കപ്പേരിയും മുരിങ്ങക്കറി, തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്പൂസ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് പൊളിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കയറി അപ്പൊ ഞാൻ മരം ഫിനിഷ് ആക്കിട്ട് ഇറങ്ങുള്ളൂ. അതിന് കണക്കാക്കിയിട്ടുള്ളതാവും വേണമെങ്കിൽ. ഇതിനാണ് നല്ല റേറ്റ് വരുന്നത് ഈ സാധനത്തിന്. ചെടിയൊക്കെ ആകതായി നിക്കണ്. ഇവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട് നമ്മളെ ചെടി. ഞാൻ അപ്പുറത്തെ ചെടീന്റെ പണിയിലാണ്, ഒക്കെ പണിയില്ല. അമ്മ നമ്മളിവിടെ എന്താ ചേഞ്ച് ഇങ്ങനെ കെട്ടിട്ട് ഞാൻ ചെടിയൊക്കെ പരിപാടി കേട്ടോ. മണ്ണിങ്ങനെ ഫില്ലാക്കാണ്. ഒരുപാട് മണ്ണ് വേണം എന്തൊക്കെ. അന്നെ പെട്ടിട്ട് കൊറേ കാലമായി മതിയോ. മനുഷ്യന്മാര് ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവം. ഭക്ഷണ പരിപാടി നോക്കി നമുക്ക് ഇനി അടുക്കള നാട്ടിലുണ്ടാക്കാം. പാലാച്ചല് പാർട്ടി 2 ദിവസം വല്ലാതെ വെക്കൂല. വെള്ളം വെക്കൂല. ഞാൻ കാണുക അല്ലെ എന്തേലും ജനക്കെന്തേലും പണി ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ ഞാൻ വരും. ഞാൻ ഇവിടെ കാട് ഇട്ടീനല്ലോ. പള്ളി പോകാനായില്ലേ. മജുനെ കണ്ട് കുറേ ദിവസമായി. മജുവിന്റെ ഇളാപ്പ ഇതിന്റെ ഇടയിൽ മരിച്ചു. നമ്മളെ
മൂല്യരാണ് നമ്മളെ പരിപാടിക്ക് എല്ലാവരും ഉണ്ടാവലുണ്ട്. എന്താ ചെയ്യണേ, നമ്മളെ കമ്പനിയാണ്. ചേച്ചിയാ ഞാൻ കുറ്റഞ്ഞത് ഇനി നിങ്ങൾ ഇങ്ങനെ എടുത്തോളി. ഞാൻ മണ്ണ് പോരില്ല, സമയം 11 മണി കഴിഞ്ഞു. ഇത് എത്രയിലുണ്ടാവും? ഇത് 2 ഞങ്ങളിത് അവിയലിക്കൊക്കെ ഇടും കേട്ടോ. ആരക്കിലോ നമ്മളെന്നെ പരാതി എത്ര കാലല്ലേ. ഞങ്ങൾ ഇതൊന്ന് വള്ളി കഷ്ണൊക്കെ എല്ലാവർക്കും മുറിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടാവട്ടെ. അത് നിങ്ങള് തുറന്നു നോക്കി അടയാളം ഉണ്ടോ അവിടെ? പൊട്ടിച്ച് തുറന്ന് അങ്ങനെ കാണിക്കല്ലേ, നമുക്കത് ഇടുമ്പോ കാണാം. ഞാൻ ഒളിപ്പിച്ചേക്കില്ല പറഞ്ഞു. നോക്കി കോവയ്ക്കന്റെ വലിപ്പം. അപ്പൂസ് ഇത് തീർത്തിട്ടേ അടങ്ങുള്ളൂ അല്ലേ? എന്താ ചിന്തരി ചിന്തരി കാക്കനെ കണ്ടു. കണ്ടത് അടന്നല്ല, ഞാൻ പഴയ കിട അമ്മ തൂക്കി പിടിച്ചെന്ന്. ഇതിന്റെ ഇല നല്ല ഒരു ഇതല്ലേ, വിറ്റാമിനുള്ള ഇലയാണ് കേട്ടോ. ഈ ഇല ഞങ്ങള് കളയിലില്ല. ഇത് ഇലകൊണ്ട് ഉപ്പേരിയോ കറിയോ എന്തും വെക്കാം. ഞങ്ങള് ഉണ്ടാക്കലുണ്ട് ഇല. ഇന്നിപ്പോ മുരിങ്ങല ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ അത് എടുക്കില്ല. പക്ഷെ നല്ല ഇലയാണല്ലേ, വൃത്തിയുള്ള ഇല കണ്ട, വൃത്തിയുള്ള നല്ല ഇല, ഇള ഇലയാണ്. കോവയ്ക്ക വിഷം ഇല്ലാത്ത നല്ല ഫ്രഷ് കോവയ്ക്ക. പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കലില്ല. ചെലപ്പോഴേ നനയ്ക്കുള്ളൂ, അല്ലെങ്കിൽ നനയൊന്നുമില്ല. വെറുതെ ഉണ്ടടാ. പുളിർമ്പോ ഇറങ്ങി കയറിക്കോ. അന്നെ ഞാൻ തേങ്ങ തിരിച്ചല്ല, അല്ലെങ്കിൽ തന്നെ തേങ്ങല്ല. നമ്മളെ അടുക്കള ഭാഗത്താണ് പണി മുഴുവനും കിടക്കണം കേട്ടോ. ഉള്ളു പിന്നെ കാണണ്ടല്ലോ അല്ലേ, ഉള്ളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇന്ന് നനട്ടു. ഇതാടാ ഹോളോ ബ്രിക്സിന്റെ കട്ട വെച്ചിട്ട് ഇവിടെയാണ് പരിപാടികളെല്ലാം. ഇതൊക്കെ കൊത്തി നിരത്തി എരപ്പായി കിടക്കണല്ലേ. നമ്മളെ ഒരു കറുത്തമരം നമ്മളിവിടുന്ന് ഒഴിവാക്കിട്ടോ. അത് വള്ളിക്കറുത്തയാണല്ലോ, നമുക്ക് കൂട്ടാൻ പറ്റൂല കറുത്ത. പക്ഷെ നമ്മൾ ഇത്രയും നന്നാക്കി നോക്കി വളർത്തി ഇത്രയും വലുപ്പമായിരുന്നു. പക്ഷെ ഇമ്മ ഉണ്ടാവുന്നത് വേറെ തരാണ്. കാരണം വെട്ടി മാറ്റി അപ്പൂസ്. സ്റ്റെപ്പ് കുറച്ച് കുറവാണ്. അപ്പൊ അങ്ങോട്ട് സ്ലോപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് പോകണം വെള്ളം. പിന്നെ അവിടെ കൊത്തി കളിക്കാൻ ഇവിടെ ഫുള്ള് വെള്ളം വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിതൊക്കെ അമ്മ അത് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ വെക്കണമല്ലോ. തീരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേപോലെ വെക്കണം. അനക്കൊരു കല്ലിടേണ്ടി വരും ചിലപ്പോ കൊണ്ട് താത്തുന്ന തമിഴിഞ്ഞ് നമുക്കൊന്ന് എന്താപ്പോൾ ഒരു വൈറ്റ് സിമെന്റ് അടിക്കുക, ടൈലിടുക ഉടനെ. ഈ മാസം കഴിയോ നോക്കട്ടെ അല്ലേ? ഈ മാസം കഴിയില്ലേ? നോക്കാം നമുക്ക്. നനച്ചു കൊടുക്കണേ, ഇങ്ങനെ നനച്ചു കൊടുക്കണം. അപ്പൊ ഫുൾ ടൈം ഇതിലിങ്ങനെ നിക്കണം നനക്കണ്ടേ. അപ്പൊ ഈ ഇഷ്ടിയൊക്കെ ഇവിടൊക്കെ നനയണം. ഇങ്ങനെ പോണതൊക്കെ കുറച്ചും കൂടി ഇത് ഫുള്ളാക്കാൻ പറഞ്ഞിട്ട്, ഫില്ലാക്കാൻ പറഞ്ഞിട്ട്. എപ്പോഴൊരു നനവ് കാണല്ലേ, ഇവിടെയൊക്കെ നനവ് പോയി. കൈ നനക്കിയല്ല കഷ്ണം ചൂടണം. അപ്പൊ ഒന്ന് മെനക്കെട്ട് ഇതിനെ നിന്നിക്കൊണ്ട് നല്ലോണം കോവയ്ക്ക കിട്ടിട്ടോ. ഇത്രയും കോവയ്ക്ക നമ്മളെ മരത്തുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തിന് നമുക്ക് ഉപ്പേരിക്ക് വേറെ വഴി നോക്കണ്ട. അത്ര കോവയ്ക്ക പണിക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പേരിക്കാണ് കോവയ്ക്കോട് വെക്കാം.
അപ്പൊ അപ്പൂസ് കഴുകി കൊണ്ടുവച്ചതാ. ഓതാ അപ്പൊ തന്നെ പൈപ്പിലോട്ട് പോയി അവൻ അപ്പൂസ് പറയുന്നത് അമിനത്താത്തക്ക് കൊടുക്കും. നമ്മളെ അമിൽത്താത്തണ്ട് അമിൽത്താത്ത എന്തുണ്ടെങ്കിലും നമുക്ക് കൊണ്ടുതരും. ഞാൻ കുട്ടിമാക്ക് കൊടുത്തു. നമ്മളിതുകൊണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കണ്ട്, അവിയൽ ഉണ്ടാക്കണ്ട്. അവിയലിക്ക് കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. പയറില്ല, പകരം ബീൻസ് ആണ്. പിന്നെ കുറച്ച് കുമ്പളങ്ങ അങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളുണ്ട്. പിന്നെ നോക്കി നമ്മളെ കൈപ്പങ്ങേന്റെ ഒക്കെ ഒരു പവറ് ചുരുണ്ട 2 കൈപ്പങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും പിന്നെന്താ ചേനല്ല പകരം ചേമ്പിന്റെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം ഇട്ടിട്ട് കറക്കി കുത്തി ഒരു അവിയൽ ഉണ്ടാക്കുകയാണ്. അതിക്ക് കോവയ്ക്കേനെ ഉൾപ്പെടുത്തിയിട്ട് അവിയൽ ഉണ്ടാക്കുകയാണ്. പിന്നെ മുരിങ്ങ കറി, പിന്നെ എന്തോന്നും കൂടി പറഞ്ഞ കോവയ്ക്കന്റെ ഉപ്പേരി, വേറൊരു ഉപ്പേരി, കോവയ്ക്ക ഒറ്റയ്ക്കൊരു ഉപ്പേരി. ഒരു കപ്പ് നാരങ്ങ. പിന്നെ ഇതിനൊക്കെ പുറമെ നാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതായിട്ടുണ്ടല്ലോ ഇപ്പം സന്തോഷത്തോടെ പൊരിഞ്ഞ പണിയാണ്. പിന്നെ നാളികേരം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അവിയലേക്ക് നാളികേരമായി. മുരിങ്ങ തേങ്ങ അരച്ചിട്ടൊന്ന് കറി വെക്കണേ. എന്നും നമ്മള് താളിച്ച് നമ്മള് മാനം ചെടിയാണ്. അപ്പൊ ഒന്ന് അവിടെ ഇരുന്നാ മതി, അപ്പൊ ഞങ്ങൾ എന്താ അറിയോ, ഇന്ന് തേങ്ങ അരച്ച മുരിങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരുക്കാണ്. അപ്പൊ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആക്കാൻ പോകണം കേട്ടോ. ചോറാൻ പോകണം കേട്ടോ. നമ്മള് ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടില്ല, കാരണം എല്ലാരും ഓരോ വയ്ക്കുന്നു. അമ്മ ഉണ്ടോ പുറത്താണ്, അപ്പൂസ് അവിടെ കൂട്ടുകാരുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറികളൊക്കെ ആയിട്ടുണ്ട്. ഇത് അവിയൽ ഇങ്ങനെ കിടക്കണ എന്താ വെച്ചാൽ അതിൽ വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. നമ്മളെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുടിയിട്ടാ. ചേമ്പ് തണ്ടൊക്കെ ഉണ്ട്. ചേമ്പ് തണ്ട്, കറുത്ത ചേമ്പ്, അതെല്ലാം കൂടി കൊത്തി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവിയലാണ് കേട്ടോ. പക്ഷെ നല്ല അവിയലുണ്ട്. പിന്നെ മുരിങ്ങ കറി, മുരിങ്ങ തേങ്ങ അരച്ചിട്ടാണ് കറി വെച്ചത്. എന്നും താളിക്കല്ലേ. ചോറുണ്ട ഇന്ന്. ചോറിന്റെ ഒരു കഥ എന്താ വെച്ചാല്, സന്തോഷേട്ടൻ കുറച്ച് മുന്നേ കുറച്ച് ചോറുണ്ടു. ഞാൻ അതേപോലെ അളന്ന് തിന്നൂലേ. ഞാൻ കുറച്ച് ചോറുണ്ടു കേട്ടോ. എന്താ അറിയോ, രാവിലെ ചപ്പാത്തി 200 ഗ്രാം കഴിച്ചത്. ഇന്ന് രാവിലെ മധുരം കൂട്ടിയോ? ചായ കുറച്ച് ശർക്കര ചായ കുറച്ച് കുടിച്ചു. പക്ഷെ മധുരം കുറച്ചാ കുടിച്ചത്. പിന്നെ അതുപോലെ ഒരു ചപ്പാത്തി ഞാൻ രാവിലെ തിന്നു കേട്ടോ. ചപ്പാത്തി ആകുമ്പോ പൊതുവെ ഒരു എന്തോ ചപ്പാത്തി രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തോ ബുദ്ധിമുട്ടുണ്ടാവും നെഞ്ഞിന്. അപ്പൊ അത് കാരണം ഒന്ന് നിന്ന് വിശന്നിട്ട് സമയം കേട്ടില്ലേ, 1 മണി 1:30 ആവാനായി. അപ്പൊ ഞാൻ കുറച്ച് ചോറ് നേരത്തെ കഴിച്ചു. എന്നാലും ഇപ്പൊ വരണം കേട്ടോ. കറി അവിയലെ കണ്ടപ്പോ അല്ല, എനിക്ക് വിശപ്പ് പറയാൻ കുറച്ച് തിന്നുള്ളൂ. അവിയലെ കണ്ടപ്പോ എങ്ങനെ ചോറ് ഇതൊക്കെ തിന്നിട്ട് മതി ചോറിനുണ്ടെങ്കിൽ. കോവയ്ക്ക ഉപ്പേരി, കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാ വെച്ചത്. ഒരു കളറ് നല്ല ഭംഗിയില്ലേ കളറ്. പിന്നെ അച്ചാറുണ്ട്. ഉറക്കം കഴിഞ്ഞ് നീച്ചിട്ടുണ്ട്. അപ്പൊ ചോറ് ഇനി എല്ലാരും വിളിച്ചു വിട്ടിട്ട് കേട്ടോ. അപ്പൂനെ അമ്മേനെ ഒക്കെ ഓരോ വയ്ക്കാണ്. അപ്പൊ വന്നാ വിളിക്കണ്ട. ഫാറിന്റെ പണി കിട്ടും. അവൾക്ക് ഉറക്കാണ്. പോട്ടെ കണ്ടോ, റൂമിന്റെ മൂലയൊക്കെ ചുരുണ്ട് കൂടി എടുക്കണേ. തണുപ്പത്തെ ടൈൽസിന്റെ തണുപ്പിൽ കിടക്കണ ഇഷ്ടമാണ്. പനിയൊക്കെ പമ്പാടുന്നില്ലേ. കുറച്ച് കൂട്ടാനും ചെറിയ വലിയ ഉരുളിയില്ലേ. ഇത് കുടിക്കല് കിട്ടിയ ഉരുളിയാണ് കേട്ടോ. ഇതെന്തായാലും കിട്ടിയതൊരു നല്ല അടിപൊളി ഇതാണ്. അല്ലെങ്കിൽ നമ്മള് മുകളിൽ കമഴ്ത്തി വെച്ച വലിയ പാത്രമായിരുന്നു. ഇപ്പൊ ഈ ഉരുളി വാങ്ങിയത് കിട്ടിയതിന് ശേഷം അവിയൽ വെക്കും, മസാലക്കറി. ഇതിനധികം വില ഇപ്പൊ ഇതിന്റെ അടിഭാഗം കണ്ടോ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ സ്റ്റീലും അടിഭാഗം ചെമ്പിന്റെ ഒരു കോട്ടിങ്ങാ കൊടുത്തുള്ളത്. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ കറികൾ വെക്കാന്, മസാലക്കറി, ചിക്കൻ വെക്കാന് ഇപ്പൊ നല്ലതാട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിയൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലെ വെക്കാം. അതേപോലെ തന്നെ ഇതിന് അടി ഇങ്ങനത്തെ സാധാ സ്റ്റീലാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ചോറൊക്കെ കുറെയൊക്കെ വെക്കുമ്പോ ഇങ്ങനെ ഊറ്റിയിടാനൊക്കെ പാകാണ്. ഇത് രണ്ടും തന്നെ മുതലായിട്ടുണ്ട് ചോറിനല്ലേ. അങ്ങനെ പറഞ്ഞേ. അപ്പൂസ എങ്ങനെയുണ്ട്? സാറല്ലേ ക്ഷീണം മാറിയോ?
ക്ഷീണാണ്. ക്ഷീണത്തിന് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്താൽ മാത്രം എടുത്ത് തിന്നുള്ളൂ, അല്ലെങ്കിൽ തിന്നൂല. ഉറുമാമ്പഴൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ ഇങ്ങനെ തിന്നുന്ന ഇഷ്ടമാണ്. പക്ഷെ എന്താന്ന് പറയുക, അതൊക്കെ നുള്ളി പൊളിച്ച് അതിനുള്ള കുരു എടുത്ത് തിന്നാൻ. അയ്യോ തിന്നാൻ കൊടുത്തല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കും. കണ്ടോ അത്ര ചോറ് നമുക്ക് തിന്നാൻ കൊടുക്ക്. ഈ ചോറൊക്കെ വെച്ച ആരും തിന്നൂല. ചോറിന് എന്താ ഇനി അമ്മ ഞങ്ങളെ എല്ലാവരും ആരാ? ഞാൻ അമ്മയ്ക്ക് അമ്മയും തിന്നൂല രാത്രി. ഇപ്പളേ ഇതന്നെണ്ട പറ പോണോക്ക് പറ വാ. പുറത്ത് വെള്ളാണ്. ആ വെള്ളം കണ്ട അങ്ങനെ കിടക്കും. ഇടയ്ക്കൊന്ന് പോയി കുടിക്കാനും നോക്കും. ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കണം. നമ്മള് വൈസിമെന്റ് അടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, നോക്കാം. അമ്മ നോക്ക്, നമ്മള് കോവക്കല്ലേ, കോവക്കയുടെ ഉപ്പേരി കോവക്കാണ്. അപ്പൊ നമ്മളെ ചെറിയ വിശേഷത്തിൽ ഭക്ഷണം കഴിക്കട്ടെ അല്ലേ? അപ്പൊ നാളെ കാണാം. ബൈ.